ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു എവറി വൺ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് 80ാം സ്വാതന്ത്ര്യ ദിനമാണ്. ഇതേ വർഷത്തിൽ ഇന്ത്യയിലെ നഴ്സസിന് ലഭിച്ചു സ്വാതന്ത്ര്യം. എങ്ങനെയെന്നല്ലേ? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് രൂപം കൊണ്ടത് 1947 ഡിസംബർ 31 എന്താണ് INC ആക്ട്? INC എന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി ബോഡിയാണ്. ഈ INC ആണ് ഇന്ത്യയിലെ നഴ്സിംഗ് പഠിപ്പിക്കുന്ന ഓരോ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നതും സിലബസ് പ്രിപ്പയർ ചെയ്യുന്നതും ഈ ഒരു റെഗുലേറ്ററി ബോഡിയാണ്. 1947 മുമ്പ് ഇന്ത്യയിൽ നഴ്സിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ വേണ്ടത്ര ഫ്രീഡമോ വേണ്ടത്ര ദിശാബോധമോ അംഗീകാരമോ ലഭിക്കാതെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷൻ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഈ ഒരു ആതുര സേവന രംഗത്ത് വന്നിരുന്നത് ക്രിസ്ത്യൻ മിഷണറീസും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആർമിയിൽ പ്രത്യേകം പ്രിപ്പറേഷൻ കിട്ടിയിട്ടുള്ള നഴ്സസുമായിരുന്നു. എന്നാൽ വ്യക്തമായ ഒരു സിലബസോ വ്യക്തമായ ഒരു ഫ്രീഡമോ വ്യക്തമായ ഒരു പഠന രീതിയോ ഇല്ലാതെ, ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് ഇല്ലാതെ, ഒരു പെർട്ടിക്കുലർ തദ്ദേശ ഭരണ വകുപ്പാണ് ഇതിനു വേണ്ടുന്ന സകല കാര്യങ്ങളും ചെയ്തിരുന്നത്. എന്നാൽ TNA പ്രവർത്തനത്തിന്റെ ഫലമായിട്ടും 1947 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ സെന്റ് ജോസഫ് ബോർ കമ്മിറ്റിയുടെ പഠനങ്ങളുടെ വെളിപ്പെടുത്തലിന്റെയും ഭാഗമായി 1947 INC ആക്ട് രൂപം കൊണ്ടു. INC ആക്ട് മുന്നോട്ട് വെച്ച 4 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, പാഠ്യപദ്ധതിയുടെ ഏകീകരണം. സിലബസ് ഒരുപോലെയാക്കുക. ഇന്ത്യയിലെ എല്ലാ നഴ്സസും ഒരേ സിലബസ് പഠിച്ച് മുന്നോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തേത് അംഗീകാരം കൊടുക്കുക. അതായത് നഴ്സിംഗ് പഠിപ്പിക്കുന്ന ഓരോ ഏജൻസിക്കും വ്യക്തമായ ഒരു അംഗീകാരം ഉണ്ടായിരിക്കണം. അതിന് കുറെ റിക്വയർമെന്റ് INC പറയുന്നുണ്ട്. ആ INC പറയുന്ന റിക്വയർമെന്റ് അനുസരിച്ച് അംഗീകാരം കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ INC മുന്നോട്ട് വെക്കുന്നു. അതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തേത് രജിസ്ട്രേഷനിലുള്ള പരിഷ്കരണം. ഈ ഒരു ആക്ട് വരുന്നതിന് മുമ്പും രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ രജിസ്ട്രേഷൻ നൽകിയതും അത് പ്രാവർത്തികമാക്കിയിരുന്നതും തദ്ദേശ ഭരണ വകുപ്പാണ്. അങ്ങനെയുള്ള രജിസ്ട്രേഷന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് തദ്ദേശ വകുപ്പിന്റെ അണ്ടറിലാണോ ഈ ഒരു രജിസ്ട്രേഷൻ വരുന്നത്, ആ ഒരു നഴ്സിന് ആ ഒരു ഏരിയയിൽ മാത്രമായിരുന്നു വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. പക്ഷെ INC ആക്ട് മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ പരിഷ്കരിക്കപ്പെടുകയും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെച്ചത്. നാലാമത്തേത് വിദേശ യോഗ്യതകളുടെ അംഗീകാരം. അതായത് ഇന്ത്യയിൽ നഴ്സിംഗ് പഠിച്ചില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് പഠിച്ചാലും ആ ആൾക്ക് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഈക്വൽ അംഗീകാരം കിട്ടണം എന്നുള്ള അതിനു വേണ്ടിയുള്ള ഒരു പെർമിഷന് വേണ്ടിയാണ് നാലാമത്തെ ഗോൾ മുന്നോട്ട് വെച്ചത്. ഇങ്ങനെ 4 ഗോളും വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്കുമാരി അമൃത് കൗർ ഈ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. കൂടാതെ അന്നത്തെ ലോ മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ഇതിനു വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും പ്രശംസനാർഹമാണ്. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി 1949 INC എന്ന് പറയുന്ന ഒരു സ്വയം ഭരണ സ്ഥാപനം രൂപം കൊണ്ടു. ഇന്നും INC ഏറ്റവും തല ഉയർത്തിപ്പിടിച്ച് നഴ്സസിന്റെ ദിശാബോധ വളർച്ചയ്ക്കും അതുപോലെ നഴ്സസിന്റെ അംഗീകാരത്തിനും ഓരോ നഴ്സുമാരുടെ ഫ്രീഡത്തിനും വേണ്ടി വർക്ക് ചെയ്യുന്നു. നമ്മൾ ഓരോ നഴ്സുമാരും ഇന്ത്യയിലെ ഓരോ പൗരനെയും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ, ഒരാളുടെ ഹെൽത്ത് ആണ് അവരുടെ സ്വാതന്ത്ര്യം. ഹെൽത്ത് നല്ലതല്ലെങ്കിൽ അവര് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. അപ്പം ബീങ് എ നഴ്സ്, നമ്മൾ ഓരോരുത്തരും ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യം, അവരുടെ ഹെൽത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു എവറി വൺ. ഒരിക്കൽ കൂടെ എല്ലാ നഴ്സുമാർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ.